ഫാഷനബിൾ ആണോ? എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ? എന്നാൽ വേറെ എവിടെയും പോകണ്ട. സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ. ഒറ്റപ്പാലം നഗരസഭയിലെ സൗത്ത് പനവണ്ണ വട്ടനാൾ റോഡിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമാകുന്നു എന്ന പരാതി ഉയരുന്നു. പരാതിക്ക് പിന്നാലെ ഉടൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് കൗൺസിലർ വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭയിലെ സൗത്ത് പനവണ്ണ വട്ടനാൾ റോഡിന്റെ അവസ്ഥയാണിത്. ഇത്തരത്തിൽ യാത്രാ ബുദ്ധിമുട്ട് നേരിടാൻ തുടങ്ങിയിട്ട് നാളേറെയായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. സ്കൂൾ അടക്കം പ്രവർത്തിക്കുന്ന ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഒറ്റപ്പാലം MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഈ റോഡ് നവീകരണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പ്രവൃത്തികൾ ആരംഭിക്കാനും വൈകി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും സമയമെടുത്തു. നിലവിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും അതിവേഗം പ്രവൃത്തി ആരംഭിക്കുമെന്നും വാർഡ് കൗൺസിലർ ഷിബു അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഒറ്റപ്പാലം MLA കേരള മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് 34 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഫണ്ട് നമുക്ക് അനുവദിച്ചു തരികയും അതിൻ്റെ ടെൻഡർ നടപടിയിൽ കഴിയുകയും വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഈ കരാറുകാരനുമായിട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ മാസം അവസാനമായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കോട് കൂടിയോ നമ്മളതിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നുള്ളതാണ് നിലവിലതിൻ്റെ സ്റ്റാറ്റസ് നിലയ്ക്ക് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കരാറുകാരനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് അവിടെയുള്ള റോഡും കാര്യങ്ങളും പരിശോധിച്ചു. 1.5 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുക. ഇതിൽ 2 കൾവർട്ടുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ കൾവർട്ടിന്റെ പ്രവൃത്തികളായിരിക്കും ആദ്യം നടക്കുക. ടാറിംഗ് പ്രവൃത്തി മാത്രമല്ല നമ്മളതിൽ കണ്ടിട്ടില്ല. അതിന് 2 കൾവെട്ടറുകൾ വരുന്നുണ്ട്. ആ കൾവെട്ടറുകൾ പൂർണ്ണമായി തന്നെ മാറ്റി പുതിയ കൾവെട്ടറുകളാക്കാനുള്ള ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ വീതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിക്കകത്ത് അതേപോലെ തന്നെ 2-3 ചെയിൻ വർക്കുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ സ്ഥിരം പൊളിയുന്ന വെള്ളം നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇൻ്റർലോക്ക് പോലുള്ള സംവിധാനം ചെയ്യാനുള്ള അതിനോടുള്ള ഫണ്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ 1-2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഭാഗങ്ങൾ ഇപ്പോൾ കുറച്ച് അന്ന് കഴിഞ്ഞ ഇതിനെടുക്കുമ്പോൾ ഉണ്ടായിരുന്നേക്കാൾ കൂടുതലായിട്ട് റോഡുകൾ പൊളിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയിൻ വർക്കുകൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് എന്തായാലും നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി ആരംഭിക്കാൻ കഴിയുന്നുള്ളതാണ്.